നമുക്ക് ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിലൊരു പാൽ വഴക്ക ഉണ്ടാക്കിയാലോ. ഇതൊക്കെ നോമ്പാകണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ പൂതിയാവുമ്പോൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാബുനരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പാനിലോട്ട് ഞാൻ ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റോസ്റ്റ് ആയതിനു ശേഷം നമുക്കത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1.5 പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടും കുറക്കും ചെയ്യാം. അപ്പോൾ നല്ല പഴുത്ത പഴം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പഴത്തിലേക്കുള്ള പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് ക്യാരമലായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. പഞ്ചസാര പഴത്തിൽ നന്നായിട്ട് പിടിച്ച് ക്യാരമലായി വരുന്ന ആ ഒരു വാടിയ സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ മാറ്റി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ വിട്ടുപോയതാണ്, ആദ്യം പഴമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ ചൊവ്വരി, അതായത് നമ്മുടെ സാബോനരി വെന്ത് നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പഴവും സാബോനരിയും പാലും പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുപോലെ ഇങ്ങനെ കുറുകി വരണം കേട്ടോ. ഈ കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി അല്ലെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കുക. ഏലക്കായ ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കും. ഇതുപോലെ നല്ല തിക്കായിട്ട് കുറുകി കിട്ടണം കേട്ടോ. പാലിൽ നമ്മൾ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ അത് പിന്നെ ലൂസായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടു. അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ കൂടുതൽ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളടുത്ത് ഉള്ളതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ വേഗം തന്നെ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. നോമ്പ് വരാനൊന്നും കാത്തിക്കണ്ട കേട്ടോ, നമുക്ക് പുതിയ ഉണ്ടാക്കാന്നേ. അപ്പോൾ ഓക്കെ, ശരി എന്നാ, ടാറ്റാ ബൈ ബൈ.